സ്വാഗതം മനോജ് സർ. ഹൗസ് വാമിങ് കഴിഞ്ഞു. എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ പ്ലാസ്റ്റർ ചെയ്തത്. എന്താണ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണുള്ളത്. എല്ലാ സർവീസും സഫാൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബെറ്റർ റിസൾട്ടാണുള്ളത്. മനോജ് സാറിൻ്റെ ഈ ഒരു വീടിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ഒരു ചെറിയൊരു കുപ്രചരണം സാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതായത് അവർ ഒരു ടീം പറയുന്നത് ഈ വീട്ടിൽ ജംപ്ലാസ്റ്റ് വന്നിട്ട് ഈ വീട്ടിലെ പ്ലാസ്റ്ററിങ് ആകെ നശിപ്പിച്ചു, പിന്നീട് ജംപ്ലാസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർ റെസ്പോൺസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മനോജ് സാറ് ഒരു കമ്പനിയെ സമീപിക്കുകയും പിന്നീട് അവരാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. സാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ സംഗതിയിൽ വല്ല വാസ്തവമുണ്ട്? ഇതിന് എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? സത്യവിരുദ്ധമായ കാര്യമാണ്. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരാളിനെ സമീപിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും സഫാൻ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, എന്തായാലും ഇത്രയും സമയം, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഹലോ ഷാൻ ഭായ്, സ്വാഗതം. പിന്നെ പുതിയ വീട്ടിലേക്ക് മാറി ഹൗസ് വാമിങ് കഴിഞ്ഞു. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ജംപ്ലാസ് ജിപ്സം കൊണ്ടാണ് ചെയ്തത്. എന്താണ് പ്രൊഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ സർവീസിൽ. ഞാൻ ഓരോ സമയം ഇപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓരോ സംഗതിയും ഡൗട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് സഫാൻ ഭായ് എനിക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു. ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ജംപ്ലാസ്റ്റ് നിങ്ങളുടെ ഈ പ്ലാസ്റ്ററിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഞങ്ങളെ സമീപിച്ചതുപോലെ തന്നെ മറ്റൊരു കമ്പനിയെ കൂടെ സമീപിച്ചിരുന്നു. അവിടെ നിന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറയാൻ പറ്റും? തീർച്ചയായും. ഞാൻ സത്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വീട് എൻ്റെ ഒരു സ്വപ്നമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അന്വേഷിക്കും. ഞാൻ ഒരുപാട് പേരിൻ്റെ ഞാൻ കേട്ട് ഇങ്ങനെ പ്ലാസ്റ്ററിങ് വർക്ക് സിമെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ച് അതിനെക്കുറിച്ച് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് നല്ലതായി തോന്നി. അതായത് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ 2-3 കമ്പനീനോട് ഏകദേശം ഞാൻ കോണ്ടാക്ട് ചെയ്ത് കൂട്ടത്തിൽ ഒരാളിനെ ഞാൻ സെലക്ട് ചെയ്തു. അതാണ് ജംപ്ലാസ്റ്റ്. അപ്പോൾ സെലക്ട് ചെയ്ത് ഏകദേശം ഞാൻ നമ്മുടെ സ്ട്രക്ചർ വർക്ക് തീരുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ ടീംസിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോണ്ടാക്ട് ചെയ്ത് വെച്ച സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ള കമ്പനി എന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തു. എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ ഇന്നത് പറഞ്ഞു. കാരണം അവർക്കൊരു വിഷമമാകാൻ പാടില്ലല്ലോ, അവർ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്നമാതിരി ജംപ്ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അയച്ചു തന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് പല സംഗതികൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ചെറിയ കൺഫ്യൂഷനിൽ ഇരിക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ പിന്നെ തിരിച്ച് സഫാൻ ഭായിനെ ഞാൻ അതേ സംഗതി തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് എന്താണ് സംഗതി എന്നുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ സ്വാഭാവികമായിട്ടും ശ്രമിച്ചു. എൻ്റെ അടുത്ത് വളരെ ഫ്രാങ്ക്ലി ആയിട്ട് സഫാൻ ഭായി എൻ്റെ അടുത്ത് പറഞ്ഞെന്താ, നമുക്ക് നേരെ കൂടുതലൊന്നും സംസാരിക്കണ്ട, നമുക്ക് നേരെ സൈറ്റിലേക്ക് പോവാം, എന്നിട്ട് സംസാരിച്ചാൽ നേരെ ഞങ്ങൾ അതുപോലെ തന്നെ സൈറ്റിലോട്ട് പോയി. ആ സൈറ്റിലോട്ട് പോയി ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്നു. അതേപോലെ തന്നെ ആ ഹൗസ് ഓണറുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അതുപോലെ തന്നെ സഫാൻ ഭായിൻ്റെ ഇടപെടൽ, നിങ്ങളുടെ സർവീസ് ഭയങ്കര സൂപ്പറാണ്. അതിപ്പോൾ എന്ത് പ്രോബ്ലം ആണെങ്കിലും തിരിച്ച് നിങ്ങൾ എനിക്ക് റെക്ടിഫൈ ചെയ്ത് തന്നെങ്കിൽ
നമ്മുടെ ഇതിലാണെങ്കിൽ തന്നെ നമ്മൾ പല ഇഷ്യൂസ് സ്വാഭാവികമാണല്ലോ. ഏതൊരു വർക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ടൈൽസ് വർക്ക് അത് എന്താണെങ്കിലും സ്വാഭാവികമാണ്, എന്താണെങ്കിലും സംഭവിക്കും. പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് കാര്യം. അത് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു, അതും പറയുന്ന സമയത്ത് നിങ്ങൾ എനിക്കൊരു ടൈം തന്നു, ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്തു തന്നു. സപ്പോസ് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഹൗസ് വാമിങ് ഇപ്പോഴും കഴിയില്ല, ഇങ്ങനെ തന്നെ കിടന്നു. അതിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് നിങ്ങളോട് കേട്ടാ. അതിൽ നിങ്ങൾ ലാഭം നഷ്ടം ഒന്നും നോക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അതിൽ വളരെ താങ്ക്ഫുൾ, വളരെ ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഷാൻ ഭായ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഈ പുതിയ വീടുമായി ബന്ധപ്പെട്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.